അവിടെ കാണുന്ന ഒരു പ്രതിമയാണ്. അവിടെ കാണുന്ന ഒരു പ്രതിമ അല്ലല്ലേ? ആ ഒരു പ്രതിമ മാത്രമേ ഉള്ളൂ. എന്ത് പ്രശ്നം? എന്ത് ഞങ്ങളുടെ വീടിനകത്തേക്ക് എത്തി നോക്കണ എന്തിനെന്ന്? നിങ്ങളുടെ വീടോ? ആര് പറഞ്ഞത് നിങ്ങളുടെ വീടാണെന്ന്? ഇനി മുതൽ നാടിന്റെ മൊത്തം വീടാ. ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇവിടെ ഒരു മൊട്ട് സൂചി വീണാ മതി, പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. അത് ശരി. ഞാൻ ഈ തറയിൽ കാലിട്ട് ചവിട്ടി. മക്കളെ, ഇവന്റെ തലയ്ക്ക് ഓളവായടാ. അയ്യോ, ഇതെന്തോ പൊട്ടിക്കും. ഇനി നോക്കും തറയെല്ലാം ഞാൻ കുത്തി വരയ്ക്കും. പോയി കേട്ടോ, പോയി. നാട്ടുകാരിടപെടും. പിന്നെ ഇടപെടാങ്ങി വന്നാ മതി. ഗുണന്റെ കൈയുടെ ചൂട് അപ്പ അറിയും. എന്തോ ചില നാട്ടുകാർ കയറി ഇടപെടാൻ വരുന്നു. നമ്മുടെ ഭൂമിയിൽ നമുക്ക് അവകാശമില്ല. ആരെങ്കിലുമൊക്കെ ഇളക്കി വിടുന്ന നീ കോളേജിൽ പോണ്ടേ? എന്റെ അനിയൻ എപ്പോ കോളേജിൽ പോണോ ഞാൻ തീരുമാനിച്ചോളാം. ഞങ്ങൾ കണ്ടു. സാർ, ഞാൻ നരേന്ദ്രൻ, ഹൗസ് ഓണറാണ്. ഞങ്ങളിത് ലാബിൽ അയച്ചു. 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ് സിവിലൈസേഷന്റെ കാലത്ത് നിർമ്മിച്ച ഒരു ശില്പമാണിത്. അതുകൊണ്ട് കൃത്യമായ ഇൻഡസ് സിവിലൈസേഷന്റെ കാലമാവണമെന്നില്ല. 150 കൊല്ലം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാം, അല്ലേ? അതെ. ഇപ്പൊ പ്രശ്നം അതല്ല, ഈ പ്രതിമ എങ്ങനെ ഈ പറമ്പിൽ വന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ, ഒരു പുരാതന സംസ്കൃതി ഈ പറമ്പിൽ താമസിച്ചിട്ടുണ്ടാവാം. അന്ന് ജീവിച്ചിരുന്നവർ പ്രതിമ ഉണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിച്ചിരുന്നവരും ആകാം. ഈ വിരൽപ്പാടുകൾ കണ്ടോ? നിയോലിത്തിക് പീരീഡിലേക്ക് ഇത് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ? വരൂ, നമുക്ക് ഈ സ്പോട്ട് വിശദമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാം. വരൂ, കമോൺ. മക്കളെ, പപ്പാ എന്താ ചേച്ചി? തൃപ്തിയായടാ മക്കളെ, ചേച്ചിക്ക് തൃപ്തിയായി. ഓ, എന്താ ജന്മ സാഫല്യം എന്നൊക്കെ പറയുന്നത്. ഈശ്വര, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്ക് നീ തന്നല്ലോ. വേഗം വരൂ. എവിടുന്നാ പ്രതിമ കിട്ടിയത്? ചേച്ചി ഒരു കടയിൽ. ഇവിടുന്ന് പെട്ടെന്ന് ഇവിടെ തന്നെ കുഴിയെടുക്കാതെ. അതിപ്പോ എന്റെ മനസ്സിനോട് തന്നെ ചോദിക്കണം സാറേ. ഉച്ചയാകുമ്പോ വിശക്കും. എന്തിനാണ് വിശക്കുന്നതെന്ന് ഞാൻ ഇതുവരെ എന്റെ വയറിനോട് ചോദിച്ചത്. എന്നെ കളിയാക്ക? ഇല്ല, കാര്യമായിട്ട് പറഞ്ഞത്. ചുമ്മാ എന്റെ സാറേ, ഞാൻ സത്യം പറയൂ. അല്ല, ഇവിടെ പുരാവസ്തുക്കൾ ഉണ്ടെന്ന് സാറന്മാർക്ക് എങ്ങനെ വിവരം ഫോൺ കിട്ടി? ഞാൻ ഫോൺ, ഒരു സ്ത്രീയുടെ ഫോൺ. പകരം ചെയ്യുന്നത് ഈ സുഗുണൻ. വേണ്ട, നമ്മൾ കൊല്ലാനൊന്നും പോണ്ട, ഒന്ന് വരട്ടി വിട്ടാ മതി. എല്ലാം തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ അതിനിടെ കിടന്ന് ഉരുളുന്നോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. അതെ, നമ്മുടെ വീട് നമ്മുടെ പറമ്പ്, അതിൽ എന്ത് പ്രവർത്തിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവൾക്കും ഗവൺമെന്റിന് ഇതിൽ എന്താ കാര്യം? ഗവൺമെന്റിന് വരട്ടെ, ഞാൻ ചോദിക്കാം. ഒരു ഗവൺമെന്റിനെ എനിക്ക് പേടിയില്ല. 5 ഗവൺമെന്റിന് സമമാണ് ഒരു സുഗുണൻ. 5 ഗവൺമെന്റിന് സമം. എന്നാ ഒരു കാര്യം ചെയ്യ്, എല്ലാരും കൂടി ചേർന്ന് ചോദിക്ക്. നാട്ടുകാരെയും ഗവൺമെന്റിനെയും പറ്റിച്ചതിന് അപ്പൊ എല്ലാരും അകത്താവും. അവര് പറഞ്ഞതറിയാമല്ലോ, ഈ വീടും ഭൂമിയും ചിലപ്പോ ദേശീയ സ്മാരകമാക്കിയേക്കുമെന്ന്. നമുക്ക് നക്കാപ്പീച്ച എന്തെങ്കിലും തന്ന് ഇറക്കി വിടുവെന്ന്. നിങ്ങൾ കേട്ടല്ലോ, സിന്ധു നദീതട സംസ്കാര കാലത്തെ ആൾക്കാരുടെ പ്രതിമയത്. അതെങ്ങനെ ചേച്ചിയാണെങ്കിൽ മറ്റേ ശില്പിയെ കൊണ്ട്? അത് തന്നെ ഭാസ്കരൻ ഉണ്ടാക്കിയ പ്രതിമയല്ലേ അത്? ഭാസ്കരൻ ഉണ്ടാക്കിയാന്ന് വ്യക്തമായി അറിയാവുന്ന നിങ്ങളല്ലേ ഇത് മഹാരാജാവിന്റെ കാലത്തുള്ളതാണെന്ന് പറഞ്ഞത്. അവര് കുറച്ചുകൂടി പുറകോട്ട് പോയി ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആക്കി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും?